അമിതാഭ് ബച്ചൻ, ദുൽഖർ, നമ്മുടെ ശോഭന, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ. പ്രഭാസിന്റെ നല്ലൊരു ക്യാരക്ടറായിരുന്നു. പിന്നെ രാജമൗലിയും വന്നിട്ടുണ്ട്. ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ദീപിക പദുക്കോൺ നല്ല ഇതായിരുന്നു. സെക്കൻഡ് ഭാഗത്തിനായിട്ട് വെയിറ്റിംഗ് ആണ്. നല്ലൊരു ചിത്രം. സെക്കൻഡ് ഹാഫ് എങ്ങനെയുണ്ട് മൂവി? അടിപൊളിയാണ്. അടിപൊളിയാണല്ലേ? എങ്ങനെയുണ്ട് പടം? നല്ല അടിപൊളിയാണ്. എങ്ങനെയുണ്ട് ആരാണ് പൊളിച്ചത്? പ്രഭാസാണോ? അമിതാഭ് ബച്ചൻ അടിപൊളിയാണ്. ആ ചുള്ളന്റെ ശരിക്കും എന്താ പറയാ മോനാവണ്ടായിരുന്നു. ഇത് ദുൽഖർ തണ്ടായത് ആകെ മോശമായി. അവന്റെ മോനായിരുന്നു ദുൽഖർ. അത് അപ്പൊ ഒന്നുകൂടി കിടക്കും. പിന്നെ വില്ലൻ വേറെ ലെവൽ. പക്ഷെ ലാസ്റ്റ് കമലഹാസന്റെ ഒരു ഇതില്ലേ, ഞാൻ പിന്നീട് മനസ്സിലായത് കമലഹാസനാണ്. അയ്യോ ആദ്യമൊക്കെ മനസ്സിലാവും. വൈബ് പഠിച്ച ഇതാണ് വൈബ്. വൈബ് നോക്ക്, റോമൊക്കെ സല്യൂട്ട് അടിക്കുന്ന പോലെ ലാസ്റ്റ് ആദ്യം പേടിച്ച് കാണാ പെണ്ണിനെ തയ്ച്ചു പറയുമ്പോ ആകെ ഞാൻ വിഷമിച്ച കുട്ടിയെ ആ ഫീൽ പറയുമ്പോ ആലൊക്കെ വയ്യ. കിടക്കാച്ചിട്ട് വമ്പം കിടക്കാച്ചി. ഞാൻ അർത്ഥ പടഞ്ഞ് ഇങ്ങോട്ട് പോയപ്പോവും. ഇന്റെ 2-3 പടം പറയുന്നുണ്ട്. അത് ഞാൻ ഇങ്ങനെ പറഞ്ഞല്ലോ. ഇവിടെ പറയാ ഇത് തല്ലല്ല, ഇത് കണ്ട ആൾക്കാർ പറയും എങ്ങനെയുണ്ടെന്ന്. ഞാൻ തല്ലല്ല, വല്ലാതെ കണ്ട് സത്യം പറയല്ലോ. നീ കണ്ടില്ല റോമുള്ളത് കസാലൊക്കെ കുളിങ്ങനെ ഫോളായി. അതിന്റെ ഡെക്കറേഷനും ആ സാധനങ്ങളൊക്കെ ഒന്നും പറയണ്ട. കിടക്കാച്ചി വൈബ് പടച്ച വൈബ്. പിന്നെ കർച്ചലൊക്കെ വന്ന് ഈ ആ പെണ്ണിന്റെ അടുത്ത് കണ്ടപ്പോ സങ്കടമൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷെ എന്നാൽ ലാസ്റ്റ് ആ മ്യൂസിക്, ഇന്റർനാഷണൽ ടോക്കിന്റെ വെടിവെക്കല്, ഗെയിം കളിക്കുന്ന പോലെ വെടിവെക്കല്, കമലഹാസന്റെ ആലോചിക്കാൻ വയ്യ. കിടക്കാച്ചി സൂപ്പർ ഡൂപ്പർ. ആരുടെ അഭിനയം അതിനകത്ത് അടിപൊളി. ഇതില് ആ ചുള്ളണ്ട നമ്മള് വാഹാബലിയിലത്തെ ആ ചുള്ളനില്ലേ, അതിന്റെ പേര് അബ്ബാസിന്റെ ഇത് ഇക്ക കേട്ടിട്ടില്ല. പക്ഷെ ഞാൻ ദുൽഖറിനെ അമരാച്ചനെ കണ്ടപ്പോ ആകെ തെറിച്ചു പോയി. അപ്പൊ എന്താ പറയാ, ഞാൻ നമുക്കും ദുൽഖർ വേണം. അപ്പൊ കാരണം വീട്ടുകാർ പഠിച്ചത്, അല്ലെങ്കിൽ നമ്മുടെ ഡയറ്റിരിക്കും ലാലസൻ ദുൽഖറിനൊക്കെ അതാവോടെ പഠിച്ചതാണ്. വിജയ കുഴപ്പമില്ല. കാരണം ഞാൻ ചെറുപ്പത്തിൽ ആഗ്രഹമാണ് സിനിമയിലെ അഭിനയിക്കാൻ. പിന്നെ ഇതുപോലെ ഇത് വേണം. ഇത് സംഭവം വൈപ്പ് പടം. കാരണം ഇത്ര വലിയ പിന്നെ അഭിനയിച്ചില്ല. സംഗീത എടുക്കാച്ചി